ഫൈന മബ്ന ഇൽമി ശറാഇ വൽ അഹ്കാം വ അസാസ ഖവാഇദി അഖായിദുൽ ഇസ്ലാം വ ഇൽമു തൗഹീദി വസ്സിഫാത്തി അൽ മൗസൂം ബിൽ കലാമി. ഇൽമു ശറാഇ വൽ അഹ്കാമിൻ്റെയും ഇസ്ലാമിൽ വിശ്വസിച്ചിരിക്കേണ്ട കാര്യങ്ങളുടെ ഖായിദകളുടെ അടിത്തറയുമാണ് ഇൽമു തൗഹീദി വസ്സിഫാത്ത് അഥവാ അൽ മൗസൂം ബിൽ കലാം, ഇൽമുൽ കലാം എന്ന് പേര് വെക്കപ്പെട്ട ഇൽമു തൗഹീദി വസ്സിഫാത്ത്. മഹാനരായ മുഹഖിഖുൽ ഇസ്ലാം സഅദുദ്ദീൻ തഫ്താസാനി തങ്ങളുടെ ശറഅൽ ഖായിദിൻ്റെ ആമുഖത്തിലെ വചനമാണ് ഞാൻ വായിച്ച് ആശയം പറഞ്ഞത്. അപ്പോൾ വിശ്വാസകാര്യങ്ങളിൽ ഒരു മുസ്ലിമിന് കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല, വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. വിശ്വാസം ക്ലിയറായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്തുമായി മഹാനരായ അഹ്മദ് നുസൈനി ദഹ്ലാൻ തങ്ങൾക്ക് നേരിട്ട് ആശയവിനിമയം നടത്താൻ കഴിയാത്ത ഒരാൾക്ക് വളരെ നിഷേധവും എതിർപ്പുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾക്കത് അറിയണമെന്നുമുണ്ട്. അതറിയാൻ വേണ്ടി ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം മഹാനവറുകൾ രചിച്ച ഗ്രന്ഥമാണ് അദ്ദുററുസ് സനിയ ഫിർ റദ്ദി അലൽ വഹാബിയ്യ. യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥം ഒരു വ്യക്തി കാരണം മാത്രമായിട്ട് രചിക്കപ്പെട്ടതാണെങ്കിൽ പോലും നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ട, മുത്താല ചെയ്തിരിക്കേണ്ട ഗ്രന്ഥമാണ്. ആമുഖത്തിൽ ഞാൻ പറഞ്ഞ കാരണം മഹാനവറുകൾ എഴുതി വച്ചിട്ടുണ്ട്. അപ്രകാരം തന്നെ ഈ ഗ്രന്ഥത്തോട് തുടർന്നു വരുന്ന മറ്റു മൂന്ന് റിസാലകളുടെ ജമഉം ഇതിൽ നമുക്ക് കാണാൻ കഴിയും, ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. തുടർന്ന് നൂറുൽ യഖീൻ ഫി മബഹസി തൽഖീൻ എന്ന് പറഞ്ഞ് തെൽഖീനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പറയുന്ന ഒരു ഗ്രന്ഥവുമാണ് നൂറുൽ യഖീൻ. വളരെ മനോഹരമായ ഗ്രന്ഥമാണ് മഹാനരായ സൈനി ദഹ്ലാൻ തങ്ങളുടെ അദ്ദുററുസ് സനിയ ഫിർ റദ്ദി അൽ വഹാബിയ്യ. എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്തുമായി സുന്നികൾ പാലിക്കുന്ന, ആ സന്ദർശനമായി സുന്നികൾ കൊണ്ടു നടക്കുന്ന ഈ സിയാറത്ത്, അതിൻ്റെ തെളിവുകൾ പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകൾ, ഹദീസുകൾ, അതുപോലെ അയിമ്മത്ത് സലഫിൻ്റെ ഉലമാഇൻ്റെ ഇബാറത്തുകൾ തുടങ്ങിയ എല്ലാം മഹാനവർ വിശദീകരിക്കുന്നു. മുതഅല്ലിമീങ്ങൾക്കും ആലിമീങ്ങൾക്കും വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അദ്ദുററുസ് സനിയ ഫിർ റദ്ദി അലൽ വഹാബിയ്യ.